നമസ്കാരം. പ്രധാന വാർത്തകൾ. ബിജെപിയുമായി ഇടഞ്ഞ സന്ദീപ് വാര്യർ കോൺഗ്രസിൽ. KPCC പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും ഒപ്പമെത്തി കോൺഗ്രസിൽ ചേർന്നതായി പ്രഖ്യാപിച്ച സന്ദീപ്. ബിജെപി വെറുപ്പുൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയാണെന്നും സന്ദീപ് വാര്യർ. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനങ്ങളും ഇനി മുസ്ലിം ലീഗ് വിമതർക്ക്. അവിശ്വാസ പ്രമേയത്തിന്മേൽ നടന്ന തെരഞ്ഞെടുപ്പിൽ സ്ഥിരം സമിതികളും വിമതർ പിടിച്ചെടുത്തു. തങ്ങളുടെ നിലപാട് ശരിയെന്ന് തെളിയിക്കുന്നതാണ് ഈ വിജയമെന്ന് പ്രസിഡന്റ് KT അഫ്സൽ. ഫിനോമിനൽ ഹെൽത്ത് കെയർ കമ്പനി നിക്ഷേപകരെ വഞ്ചിച്ചതായി പരാതി. നിക്ഷേപക തട്ടിപ്പിനിരയായവർ പെരിന്തൽമണ്ണയിൽ യോഗം ചേർന്നു. കമ്പനി ഉടമകളെ ശിക്ഷിക്കണമെന്നും നിക്ഷേപം തിരിച്ചു തരണമെന്നും ആവശ്യം. സന്തോഷ് ട്രോഫി കേരള ഫുട്ബോൾ ടീമിൽ ഇടം നേടി വിളയൂർ സ്വദേശി മുഹമ്മദ് റിയാസും മണ്ണാർക്കാട് തെങ്കര സ്വദേശി നസീബ് റഹ്മാനും. ഈസ്റ്റ് ബംഗാൾ ക്ലബ്ബ് താരമാണ് നസീബ്. കാലിക്കറ്റ് FCക്ക് വേണ്ടി നടത്തിയ മിന്നും പ്രകടനമാണ് മുഹമ്മദ് റിയാസിന് കേരള ടീമിൽ ഇടം നേടിക്കൊടുത്തത്. ശരണമന്ത്രധ്വനികളാൽ മണ്ഡലകാല വ്രതാരംഭത്തിന് തുടക്കമായി. വൃശ്ചികപ്പുലരിയിൽ മലബാറിലെ ശബരിമല എന്നറിയപ്പെടുന്ന ചെറുപ്പശ്ശേരി അയ്യപ്പൻകാവിൽ മാലയിടാനും ദർശനത്തിനുമെത്തിയത് 10,000. വിശദമായ വാർത്തകൾ. BJP നേതൃത്വവുമായി ഇടഞ്ഞുനിന്ന സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നു. സന്ദീപ് ഇടതുപക്ഷത്തേക്കെന്ന അഭ്യൂഹം ശക്തമായതിനിടെയാണ് അപ്രതീക്ഷിതമായി അദ്ദേഹം കോൺഗ്രസിൽ ചേർന്നത്. പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ KPCC അധ്യക്ഷൻ K. സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവരുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാക്കൾ സന്ദീപിനെ ഷാളണിയിച്ച് പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. BJP വെറുപ്പുൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയാണെന്നും പാർട്ടിയിൽ നിന്നും വലിയ അവഗണനയാണ് നേരിട്ടതെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. ആ ഫാക്ടറിയിൽ ശ്വാസം മുട്ടിക്കഴിയേണ്ട അവസ്ഥയായിരുന്നു തനിക്ക്. മുഖ്യമന്ത്രിയുമായി ചേർന്ന് BJP അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം കളിക്കുകയാണെന്നും അതിനെതിരെ പ്രതികരിച്ചതാണ് തനിക്കു നേരെ നടപടി സ്വീകരിക്കാൻ കാരണമായതെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും കോട്ടയിൽ നിന്ന് പുറത്തു വന്നതിന്റെ സന്തോഷത്തിലാണ് താനെന്നും സന്ദീപ് വാര്യർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഏകാധിപത്യ പ്രവണതയുള്ള, ജനാധിപത്യത്തെ പാടെ മതിക്കാത്ത ഒരു സിസ്റ്റത്തിനകത്ത് നിന്ന് വീർപ്പുമുട്ടി കഴിയേണ്ട അവസ്ഥയിലായിരുന്നു ഞാനുണ്ടായിരുന്നത്. സ്വന്തം അഭിപ്രായങ്ങൾ പറയാനോ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കാനോ ഏതെങ്കിലും വിഷയത്തിൽ മനുഷ്യപക്ഷത്തു നിന്നൊരു നിലപാട് പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാതെ അച്ചടക്ക നടപടി നേരിട്ട ആളാണ് ഞാൻ. കേരളത്തിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും പരസ്പരം ഉപരോധമേർപ്പെടുത്തി ജീവിക്കാൻ സാധിക്കില്ല എന്ന് സാമൂഹ്യ മാധ്യമ പോസ്റ്റിട്ടതിന്റെ പേരിൽ ഒരു വർഷക്കാലം അച്ചടക്ക നടപടി നേരിട്ടയാളാണ് ഞാൻ. മാധ്യമ ചർച്ചകൾക്ക് പോകണ്ട, സന്ദീപിന് പങ്കെടുക്കരുത് എന്ന് നിശ്ചയിക്കപ്പെട്ട ആളാണ് ഞാൻ. അത്യന്തം ഹീനമായിട്ടുള്ള സാമൂഹ്യ മാധ്യമ അതിക്രമം തന്നെ ആ സമയത്ത് എനിക്ക് നേരിടേണ്ടി വന്നു. പക്ഷെ ആ കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും സംഘടനയെ തള്ളിപ്പറയാൻ ഞാൻ തയ്യാറായിട്ടില്ല. എല്ലാ സമയത്തും ഞാൻ വിശ്വസിച്ച, ഞാൻ പ്രവർത്തിച്ചു വരുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ സംഘടനയുടെ നാവായി ഞാൻ നിലകൊണ്ടിട്ടുണ്ട്. 14 ജില്ലകളിലെ ഗ്രാമാന്തരങ്ങളിലൂടെ യാത്ര ചെയ്ത സംഘടനയ്ക്ക് വേണ്ടി തൊണ്ട പൊട്ടുമാറി ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിൽ, ടെലിവിഷൻ ചർച്ചകളിൽ ഇവിടെ ഇരിക്കുന്ന പല സുഹൃത്തുക്കളുമായും ഒരുപക്ഷെ അങ്ങേയറ്റത്തെ നിലയിലേക്ക് എന്റെ പാർട്ടി, അന്ന് ഞാൻ വിശ്വസിച്ച പ്രസ്ഥാനത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ഭാഷയുടെ എല്ലാ സാധ്യതകളും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. കാഠിന്യമേറിയ പദപ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം എന്റെ വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നില്ല, എന്റെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് എന്ന ഉത്തമമായ ബോധ്യത്തോടു കൂടിയാണ് ഞാനത് ഏറ്റെടുത്തത്. പക്ഷെ തിരിച്ചിങ്ങോട്ട് എന്താണ് കിട്ടിയത്? കഴിഞ്ഞ കുറെ വർഷമായി ഈ സംഘടനയ്ക്കകത്ത് നിന്ന് എനിക്ക് കിട്ടിയത്, BJPക്കകത്ത് നിന്ന് എനിക്ക് കിട്ടിയത് അങ്ങേയറ്റത്തെ ഒറ്റപ്പെടുത്തലും വേട്ടയാടലുമാണ്. ഞാൻ ഇന്ന് ഈ നിമിഷം കോൺഗ്രസിന്റെ ആഫീസിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെയും ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റിന്റെയും സാന്നിധ്യത്തിൽ ഈ ത്രിവർണ്ണ ഷാൾ അണിഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി K. സുരേന്ദ്രനും സംഘവുമാണ്. ആലിപ്പറമ്പ് പഞ്ചായത്തിലെ സ്ഥിരം സമിതി ചെയർമാൻമാരുടെ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് വിമത വിഭാഗത്തിന് ഏകപക്ഷീയമായ വിജയം. നിലവിലെ സ്ഥിരം സമിതി ചെയർമാൻമാർക്കെതിരെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ലീഗ് വിമത വിഭാഗം അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നതിനെ തുടർന്നാണ് പുതിയ ചെയർമാൻമാരെ കണ്ടെത്താൻ തെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. ആലിപ്പറമ്പ് പഞ്ചായത്തിലെ രാഷ്ട്രീയ കോലാഹലങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നിലവിലെ സ്ഥിരം സമിതി ചെയർമാൻമാർക്കെതിരെ ലീഗ് വിമത വിഭാഗം നേതൃത്വം നൽകുന്ന പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. തുടർന്ന് വെള്ളിയാഴ്ച നടന്ന സ്ഥിരം സമിതി അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പിൽ UDF മതവിഭാഗം ഏകപക്ഷീയമായ വിജയം നേടി. വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാനായി CH ഹമീദും
ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സണായി ജുബില ലത്തീഫും ആരോഗ്യ വിദ്യാഭ്യാസകാര്യ സ്ഥിരം സമിതി ചെയർമാനായി ഹംസക്കുട്ടിയും തിരഞ്ഞെടുക്കപ്പെട്ടു. പഞ്ചായത്തിന്റെ വികസന കാര്യങ്ങളിൽ തടസ്സം നിൽക്കുന്ന തരത്തിൽ നിലവിലുണ്ടായിരുന്ന സ്ഥിരം സമിതി ചെയർമാൻമാരുടെ ഇടപെടലാണ് അവിശ്വാസ പ്രമേയത്തിലേക്കും തിരഞ്ഞെടുപ്പിലേക്കും നയിച്ചതെന്നും തങ്ങൾ സ്വീകരിച്ച നിലപാട് ശരിയായിരുന്നു എന്നതിനുള്ള തെളിവാണ് ഏകപക്ഷീയമായ ഈ വിജയമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ പറഞ്ഞു. ബോധപൂർവമായി പഞ്ചായത്തിലെ ഭരണപ്രതിസന്ധി സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ചില ശ്രമങ്ങൾ നിലവിലുണ്ടായിരുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ ഭാഗത്തുനിന്ന് പല തവണകളായിട്ടുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി നമ്മുടെ 2024-25 വാർഷിക പദ്ധതിക്കെതിരെ പരാതി നൽകുകയും അത് DPCയിൽ നേരത്തെ അപ്രൂവലായ പദ്ധതിക്കെതിരെ പരാതി നൽകിക്കൊണ്ട് ഏകദേശം 2 മാസത്തോളം പഞ്ചായത്തിൻ്റെ പദ്ധതികളെ മൊത്തം തടഞ്ഞു വെക്കുന്ന ഒരവസ്ഥയിലേക്ക് നിലവിലുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ തന്നെ നേതൃത്വം നൽകി എന്നുള്ളത് മൊത്തത്തിൽ പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ ബാധിക്കുന്നു എന്നൊരു പ്രശ്നവും നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതിനു പുറമെ നിരന്തരം വികസനവുമായി ബന്ധപ്പെട്ട സംഗതികളെ അതാത് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ എതിർപ്പ് പ്രകടിപ്പിക്കുകയും അതോടൊപ്പം തന്നെ വിവിധ അജണ്ടകൾ ബോർഡുകൾ വികസനവുമായി ബന്ധപ്പെട്ട് വരുന്ന അജണ്ടകളെ മുഴുവൻ എതിർക്കുകയും അതിനെതിരെ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് ആ രീതിയിലും ഭരണസ്തംഭനം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമം നടന്നപ്പോൾ മാത്രമാണ് അതൊരു ഉത്തരവാദിത്ത ബോധമുള്ള ഒരു ഭരണസമിതി എന്ന നിലയിൽ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലെ വിവിധ വികസന പദ്ധതികൾക്ക് തടസ്സം നിൽക്കരുത് എന്ന ഒറ്റ ഉദ്ദേശത്തിൽ മാത്രമാണ് ഈ രീതിയിലൊരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയും അത് അവിശ്വാസ പ്രമേയം പാസ്സാകുകയും അതിനുശേഷം ഇന്ന് നടന്ന ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ എതിരില്ലാത്ത വിധത്തിൽ ഈ 3 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്കും ചെയർമാൻമാരെ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. അത് ആ രീതിയിൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നത് തന്നെ സ്വാഭാവികമായിട്ടും ഞങ്ങളെടുത്ത നിലപാടുകൾ ശരിയാണ് എന്ന് ബാക്കിയുള്ള ആളുകൾ കൂടി അത് സമ്മതിക്കുന്ന തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇന്ന് നടന്നത്. ഇനി സ്വാഭാവികമായിട്ടും ഇവിടുന്ന് അങ്ങോട്ട് ആലിപ്പറമ്പ് പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ യാതൊരുവിധ തടസ്സങ്ങളും ഉണ്ടാവില്ല എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ CPMലെ ചില അംഗങ്ങളും ലീഗിൽ നിന്നും പുറത്താക്കപ്പെട്ട നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള അംഗങ്ങളും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ടാക്കിയെന്ന് ലീഗ് ഔദ്യോഗിക വിഭാഗം പ്രതികരിച്ചു. നിലവിലെ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഇതാണെന്ന് പഞ്ചായത്ത് അംഗവും പഞ്ചായത്ത് മുസ്ലിം ലീഗ് സെക്രട്ടറിയുമായ CT നൌഷാദ് അലി പറഞ്ഞു. തികച്ചും CPMന്റെ പിന്തുണയാണ് മുസ്ലിം ലീഗ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ മെമ്പർമാരും CPMന്റെ മെമ്പർമാരും കൂടി സഹകരിച്ചതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചെയർമാൻമാരാകാൻ വേണ്ടി കഴിഞ്ഞത്. കഴിഞ്ഞ നവംബർ 6-ാം തീയതി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ 7 മുസ്ലിം ലീഗിൽ നിന്നും പുറത്താക്കിയ മെമ്പർമാരുടെയും 7 CPM മെമ്പർമാരുടെയും സഹായത്തോടു കൂടെയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന വിമതപക്ഷം വിജയിച്ചത്. അതിൻ്റെ തുടർച്ചയാണ് ഇന്ന് നടന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പ്. മുസ്ലിം ലീഗ് പാർട്ടിയുടെ തീരുമാനങ്ങൾ ലംഘിച്ചുകൊണ്ട് പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിൻ്റെ ഭാഗമായി ഈ 7 മെമ്പർമാരും ഇപ്പോൾ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതാണ്. തികച്ചും നേരത്തെ തെരഞ്ഞെടുപ്പ് സമയത്ത് മുസ്ലിം ലീഗിൻ്റെ പാനലിൽ മുസ്ലിം ലീഗിൻ്റെ ചിഹ്നം ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ചിഹ്നം വാങ്ങിച്ച് UDFൻ്റെ പാനലിൽ മത്സരിച്ച് വിജയിച്ച 7 പേരാണ് മുസ്ലിം ലീഗ് പാർട്ടിയുടെ തീരുമാനങ്ങളെ ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോയത്. അതിൻ്റെ ഭാഗമായി പാർട്ടി നടപടികൾ വരികയുണ്ടായി. അതിൻ്റെ ഒരു തുടർ പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തികച്ചും ആലിപ്പറമ്പ് പഞ്ചായത്തിൽ ഇപ്പോൾ മുസ്ലിം ലീഗിൽ നിന്നും പുറത്താക്കിയവരും CPMലെ മെമ്പർമാരും കൂടി ചേർന്നാണ് പഞ്ചായത്തിൻ്റെ ഭരണ സംവിധാനം മുന്നോട്ട് പോകുന്നത്. ഫിനോമിനൽ ഹെൽത്ത് കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി നിക്ഷേപകരെ വഞ്ചിച്ചതായി പരാതി. നിക്ഷേപക തട്ടിപ്പിന് ഇരയായവർ പെരിന്തൽമണ്ണയിൽ യോഗം ചേർന്നു. കമ്പനി ഉടമകളെ ശിക്ഷിക്കണമെന്നും നിക്ഷേപം തിരിച്ചു തരണമെന്നും നിക്ഷേപകർ ചേർന്ന് രൂപീകരിച്ച ഫിനോമിനൽ ഇൻവെസ്റ്റേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. 1990-ൽ മുംബൈ ആസ്ഥാനമായി ആരംഭിച്ച ഫിനോമിനൽ ഹൗസിംഗ് ഫിനാൻസ് കമ്പനി വിവിധ പേരുകളിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചിരുന്നു. വിവിധ മേഖലകളിലേക്ക് കമ്പനി നിക്ഷേപം സ്വീകരിച്ചിരുന്നു. ഫിനോമിനൽ ഹെൽത്ത് കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിലാണ് കേരളത്തിൽ നിക്ഷേപം സ്വീകരിച്ചിരുന്നത്. ഈ കമ്പനിക്ക് ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലായി 9 ബ്രാഞ്ചുകൾ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്നു. 9 കൊല്ലം മെഡിക്ലെയിം, അപകടമരണ ഇൻഷുറൻസ്, ഹോസ്പിറ്റലുകളിൽ ഫ്രീ കൺസൾട്ടേഷൻ എന്നീ ആനുകൂല്യങ്ങളും നിക്ഷേപിച്ചതിൻ്റെ ഇരട്ടി തുകയും കമ്പനി വാഗ്ദാനം ചെയ്തിരുന്നു.
നിക്ഷേപകർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാതെ 2016-ൽ ഈ കമ്പനി പൂട്ടിയതായി നിക്ഷേപകർ പറയുന്നു. തുടർന്ന് നിക്ഷേപകർ ചേർന്ന് കമ്പനിക്കെതിരെ ഫിനോമിനൽ ഇൻവെസ്റ്റേഴ്സ് അസോസിയേഷൻ രൂപീകരിക്കുകയായിരുന്നു. പെരിന്തൽമണ്ണയിൽ നടന്ന സംഘടനയുടെ 4ാം വാർഷിക യോഗത്തിൽ നിക്ഷേപകർ ഒത്തുകൂടി. ഫിനോമിനൽ കമ്പനിക്കെതിരെ ശക്തമായി മുന്നോട്ടു പോകാനാണ് നിക്ഷേപകരുടെ തീരുമാനം. 3 അധ്യാപകർ വന്ന് ഫോഴ്സ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ സംഘടനയിൽ ഈ ഫിനോമിനൽ ഗ്രൂപ്പിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ ബാധ്യതകളൊക്കെ ഞങ്ങൾ സാധാരണക്കാർക്കായി പോയി. അത് ആളുകൾക്ക് വാങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ PIA എന്ന ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൻ്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ആളുകൾക്ക് ഈ പൈസ തിരിച്ചു വാങ്ങി കൊടുക്കുന്നത് വരെയുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് ജനങ്ങളോട് ഞങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളതും കൂടി ഈ റിപ്പോർട്ട് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ ഒരു ഫിനോമിനൽ ഹെൽത്ത് കെയർ സർവീസ് എന്ന് പറഞ്ഞിട്ടും അങ്ങനെ ഒരു ഇതിലാണ് ഈ സ്റ്റാർട്ടിംഗ് ആയിട്ട് വന്നത്. ഇവർ കുറച്ച് മാഷന്മാരായിരുന്നു ഞങ്ങളെയൊക്കെ ഇതിലേക്ക് കൊണ്ടുവന്നത്. അതിപ്പോൾ 2003-ലാണ് സ്റ്റാർട്ട് ചെയ്തത് ഞാനൊക്കെ. പക്ഷേ അന്ന് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇവർ ഫോഴ്സ് ചെയ്തിട്ട് നമ്മളിതിൽ കൊണ്ടുവന്ന് ഇങ്ങനെ കുറേ പിന്മാറാൻ നോക്കിയാലും വീണ്ടും ഇവർ നല്ല രീതിയിൽ നമ്മളിങ്ങനെ കൊണ്ടുവന്ന് പറഞ്ഞിട്ട് നമ്മളെ വിശ്വസിപ്പിച്ചിട്ട് ഇത് വന്നതാണ്. അപ്പോൾ ഈ 2014 വരെയും വലിയ കുഴപ്പമില്ലാണ്ട് പോവുമായിരുന്നു. പിന്നെ അവിടുന്ന് ഇങ്ങോട്ടാണ് പിന്നെ 7 വർഷം കഴിഞ്ഞിട്ടായിരുന്നു ആദ്യം റീഫണ്ട് തന്നിരുന്നത്. പിന്നെ അത് 9 വർഷമായി. 9 വർഷം കഴിഞ്ഞിട്ട് അത് ഡബിളായിട്ട് തരും. അത് അത്രയും വർഷക്കാലം ആരോഗ്യ ഇൻഷുറൻസ് ആയിട്ട് നമുക്ക് ഇതിൽ ടൈപ്പ് ചെയ്ത കുറേ ഹോസ്പിറ്റലുകളുണ്ടാവും. ഹോസ്പിറ്റലിൽ നമുക്ക് ടൈപ്പ് ചെയ്ത ഹോസ്പിറ്റലിൽ നമുക്ക് ഡോക്ടറെ കാണാനും അതിനോടുകൂടി അഡ്മിറ്റായി കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ചാർജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ വർഷം 7,000 രൂപ 10,000 രൂപ വരെ പിന്നെ 30,000 രൂപ വരെ പിന്നെ നമുക്ക് റീഫണ്ടായിട്ട് കിട്ടുന്ന ഇതുണ്ട്. അങ്ങനെയുള്ള ഓരോരോ തരം സ്കീമുകളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. നല്ലൊരു കാണാനും കേൾക്കാനും കുഴപ്പമുണ്ടാകുന്നില്ല. പക്ഷേ 2016 കഴിഞ്ഞപ്പോൾ ഇതൊക്കെ താളം തെറ്റി. നമുക്ക് റീഫണ്ട് ഇല്ല, കാലാവധി കഴിഞ്ഞിട്ട് നമുക്ക് റീഫണ്ട് ഇല്ല, ചെക്ക് തന്നിട്ട് അത് റീഫണ്ട് ഇല്ല. അങ്ങനെയാണ് ഞങ്ങളൊക്കെ ഇതിൽ അത്രയും ബുദ്ധിമുട്ടി വിഷമിച്ച് ഞങ്ങളൊരു സംഘടനയോട് കൂടിയിട്ട് ഞങ്ങളിത് മുന്നോട്ട് വരുന്നത്. ഞങ്ങൾ ജനങ്ങൾക്കൊരു സേവനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ജനങ്ങളെല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടാണ് ഇതിന് ചെയ്തത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഞങ്ങൾ വിശ്വസിച്ചു. കമ്പനീനേക്കാൾ കൂടുതൽ ഞങ്ങൾ വിശ്വസിച്ചിട്ടാണ് ജനങ്ങൾ ക്യാഷ് അടക്കാൻ തുടങ്ങിയത്. 9 വർഷം അടച്ചു കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ കിട്ടും, ഇരട്ടിയായിട്ട് റിട്ടേൺ കിട്ടും, മെഡിക്കൽ ആനുകൂല്യങ്ങൾ കിട്ടും, അതൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ 9 വർഷം ആയപ്പോഴാണ് കമ്പനി പെട്ടെന്ന് ഇല്ലാതായത്. ഒരു സുപ്രഭാതത്തിൽ ഓഫീസുകളൊക്കെ അടച്ചുപൂട്ടി. പിന്നെ ഞങ്ങൾ ചിലപ്പോൾ ആരുമില്ല, ഓഫീസിലും ആളില്ല, എവിടെയും ആളില്ല. പിന്നെ നമ്മൾ കസ്റ്റമേഴ്സ് ഞങ്ങളോടായി പറയാൻ തുടങ്ങിയത്. എല്ലാവരും ഞങ്ങൾ പറയാൻ തുടങ്ങി, ഞങ്ങളാണ് പണം മുക്കിയതെന്നുള്ള അവസ്ഥയിലെത്തിച്ചു. പക്ഷേ ഞങ്ങളല്ല, ഓഫീസിലാണ് ഞങ്ങൾ ക്യാഷ് അടച്ചിട്ടുള്ളത്. അവരൊരു സുപ്രഭാതത്തിൽ കാണാതായി. ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങളിത് കിട്ടുന്ന വരെ ഇതിൻ്റെ പിന്നാലെ പോകുന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഉറച്ച തീരുമാനം. ഇത് ഞങ്ങൾക്ക് കസ്റ്റമറിന് ഞങ്ങൾക്ക് ഈ ക്യാഷ് വാങ്ങിക്കൊടുക്കാതെ ഞങ്ങൾ ഒരിക്കലും പിന്തിരിയില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വാഗ്ദാനം. അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അഡ്വക്കേറ്റ് നേമം ചന്ദ്രബാബു യോഗം ഉദ്ഘാടനം ചെയ്തു. സംഘടനയുടെ ആക്ടിംഗ് പ്രസിഡന്റ് VJ രാജഗോപാലൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി MA ആൻഡോ, ട്രഷറർ KN നാരായണൻകുട്ടി, PK മുരളീധരൻ നായർ, KP ബഷീർ, അസ്മാ ബി കരുവാരക്കുണ്ട്, രാധാ തങ്കരാജ്, സുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. എന്ത് വന്നാലും ഈ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ, അവശരായിട്ട് കിടക്കുന്ന ആൾക്കാരുണ്ട്, പാവങ്ങളായിട്ടുള്ള ആൾക്കാരെ പൈസ ഞങ്ങൾ മേടിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് പൊതുവെ അതിനെല്ലാതും ഞങ്ങൾ കാരണം കുറേ ആൾക്കാർ, പൊതുവിഭാഗം ആൾക്കാർ ഇതിൽ പിടിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ പൊതുവിഭാഗത്തിൽ ജനങ്ങളായിട്ട് നല്ല സമ്പർക്കം നടത്തുന്ന ആൾക്കാരെയാണ് ഇപ്പോൾ ഇതിൽ അവർ കാണുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളെല്ലാം അതിൽ ചേർന്നിട്ടുള്ളത്. പക്ഷേ ഞങ്ങൾ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് സാധാരണക്കാരായിട്ടുള്ള നിത്യജീവിതത്തിന് തന്നെ ഇതില്ലാത്ത സാമ്പത്തികമില്ലാത്ത ആൾക്കാരെയാണ് ഞങ്ങളിതിൽ ചേർത്തിട്ടുള്ളത്. കൃത്യമായിട്ട് അവർക്ക് ഈ ആനുകൂല്യങ്ങൾ കിട്ടിയിരുന്നത് കൊണ്ട് എല്ലാവരും വിശ്വസിച്ച് പോയി. അതിൽ ഞങ്ങളിത് പെട്ടു. പക്ഷേ ഇതിന് ഇത് കൊടുത്തും ഞങ്ങൾ ഈ കോടതി മുഖാന്തരം ഇത് കിട്ടുന്നത് വരെയുള്ള ഒരു പ്രവർത്തനം ഞങ്ങൾ മുന്നോട്ട് പോകും. നമ്മുടെ റിലേറ്റീവ്സ്, നമ്മളെ ഫ്രണ്ട്സുകളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ നീണ്ട 25 വർഷത്തിന് ശേഷമാണ് ഈ കമ്പനിക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നതും അത് കാരണം ആർക്കും റീഫണ്ട് കിട്ടാത്തൊരവസ്ഥ എത്തുകയും ചെയ്തു. ഇപ്പോൾ അതിന് ആ ഒരു റീഫണ്ട് വാങ്ങാൻ വേണ്ടി ഇതിൽ പ്രവർത്തിച്ചിരുന്ന ആളുകളൊക്കെ തന്നെ കൂടി ഒരു അസോസിയേഷൻ രൂപീകരിക്കുകയും ആ അസോസിയേഷൻ്റെ 5ാമത്തെ ഒരു ആനിവേഴ്സറി ആയിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അവസാനം വരെയും ഞങ്ങളെല്ലാവരും ഇതിൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറായിട്ടാണ്. ഈ നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് അവരുടെ പൈസ തിരിച്ചു കിട്ടണം എന്നാവശ്യപ്പെട്ട് കോടതിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാസത്തവണകളായി 1,078 രൂപ മുതൽ 7,500 രൂപ വരെ 9 വർഷം നിക്ഷേപിച്ചവരുണ്ട്.
മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ മാത്രം 3000-ലധികം ആളുകൾ പണം നിക്ഷേപിച്ചതായാണ് വിവരം. മെഡിക്ലെയിം ഇൻഷുറൻസ് ആനുകൂല്യങ്ങളോ കമ്പനി വാഗ്ദാനം ചെയ്ത ലാഭവിഹിതമോ ലഭിച്ചിട്ടില്ലെന്ന് നിക്ഷേപകർ പറഞ്ഞു. നിക്ഷേപകരുടെ സംഘടന നിയമ നടപടികളിലേക്ക് നീങ്ങിയതിന്റെ ഫലമായി 2018-ൽ 3 സെറ്റിൽമെന്റ് ഓഫീസർമാരെ നിയമിച്ച് ഹൈക്കോടതി ഉത്തരവിടുകയും 2022-ൽ ഓഫീസർമാർ പ്രവർത്തനം തുടങ്ങുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതുവരെയും തങ്ങൾക്ക് അനുകൂല തീരുമാനങ്ങൾ ഉണ്ടായിട്ടില്ലെന്നാണ് നിക്ഷേപകരുടെ വാദം. ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നത്. കമ്പനി ചെയർമാൻ, വൈസ് ചെയർമാൻ, ഡയറക്ടർമാർ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്തെങ്കിലും മറ്റു പ്രതികൾ ഒളിവിലാണ്. കമ്പനി സാരഥികളുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടണം, അവർക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കണം, ക്രൈംബ്രാഞ്ച് കുറ്റപത്രം വേഗത്തിൽ കോടതിയിൽ സമർപ്പിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ നിക്ഷേപകർ ഉന്നയിച്ചു. നിക്ഷേപകർക്ക് പണം തിരികെ ലഭ്യമാക്കുന്നതടക്കമുള്ള കാര്യങ്ങൾക്ക് ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് അഭിഭാഷകൻ നേമൻ ചന്ദ്രബാബു പറഞ്ഞു. ഇൻഷുറൻസിൻ്റെ പേരിൽ നിക്ഷേപകരിൽ നിന്നും പണം തട്ടിയെടുത്ത് അത് തിരികെ കൊടുക്കാതെ കമ്പനി യാതൊരു പ്രവർത്തനമില്ലാതെ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ അതിൽ നിക്ഷേപിച്ച നിക്ഷേപകർ കൂട്ടായ്മയായി ചേർന്ന് ഒരു അസോസിയേഷൻ തുടങ്ങിയതാണ് ഈ ഒരു അസോസിയേഷൻ. അതിൻ്റെ ഇപ്പോൾ ഹൈക്കോടതിയിൽ കേസ് നടക്കുകയാണ്. കമ്പനിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി അത് വിറ്റ് നിക്ഷേപകർക്ക് കൊടുക്കാനുള്ള നടപടിയായിട്ട് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് താമസിയാതെ അത് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ ഉള്ളത്. പിന്നെ ചില ആൾക്കാരെ, ചില കമ്പനിയുടെ ചില ഡയറക്ടേഴ്സിനെ അതിൽ അറസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ അറസ്റ്റുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളൊരു നിയമ നടപടിയിലേക്ക് നമ്മൾ അത് പോകുന്നതായിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് നിക്ഷേപകർക്ക് ഒരു പൈസ എടുത്ത് കൊടുക്കാനുള്ള ഒരു നിയമ പോരാട്ടത്തിലാണ് ഇപ്പോൾ നമ്മുടെ ഈ അസോസിയേഷൻ്റെ ഭാരവാഹികൾ അസോസിയേഷൻ. അതിനുവേണ്ടി എന്ന നിലയ്ക്കാണ് ഞാൻ ഹൈക്കോടതിയിൽ കേസുകൾ മുന്നോട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആനക്കയം പന്തല്ലൂർ മേഖലയിലെ വടക്കുപറമ്പ് മുടിക്കോട് റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ CPM മുടിക്കോട് ബ്രാഞ്ച് കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. പ്രതിഷേധ പരിപാടി ജില്ലാ കമ്മിറ്റി അംഗം KP അനിൽ ഉദ്ഘാടനം ചെയ്തു. വികസന മുദ്രാവാക്യവുമായി വോട്ടും വാങ്ങിപ്പോയൊരു വനിത. ആനക്കയം ഗ്രാമപഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററുള്ള വടക്കുംപറമ്പ് മുടിക്കോട് റോഡ് PWD ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന് നിവേദനം നൽകിയിട്ടും പഞ്ചായത്ത് ഭരണസമിതി റോഡ് വിട്ടു നൽകാൻ തയ്യാറാകാത്തതിനെ തുടർന്നാണ് CPM പ്രകടനവും ധർണയും നടത്തിയത്. ഗ്രാമപഞ്ചായത്ത് റോഡ് നവീകരിക്കാൻ ഫണ്ട് അനുവദിക്കുന്നില്ലെന്നും CPM കുറ്റപ്പെടുത്തി. CPM മുടിക്കോട് ബ്രാഞ്ച് നടത്തിയ പ്രതിഷേധ പരിപാടി ജില്ലാ കമ്മിറ്റി അംഗം KP അനിൽ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി M അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. വാർഡംഗം OT അബ്ദുൽ ഹമീദ്, ബ്രാഞ്ച് സെക്രട്ടറി MM ഫിറോസ്, P നാരായണൻ, M പ്രശാന്ത്, KT മുഹമ്മദ് സാലിം തുടങ്ങിയവർ പ്രസംഗിച്ചു. ശരണമന്ത്രധ്വനികളാൽ മണ്ഡലകാല വ്രതാരംഭത്തിന് തുടക്കമായി. മലബാറിലെ ശബരിമല എന്നറിയപ്പെടുന്ന ചെർപ്പശ്ശേരി അയ്യപ്പൻകാവിൽ ആയിരക്കണക്കിന് ഭക്തരാണ് ദർശനത്തിനും ശബരിമലയ്ക്ക് മാലയിടാനുമായി എത്തിയത്. ഭക്തർക്കായി പ്രത്യേക സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിരുന്നു. ശരണമന്ത്രധ്വനികളാൽ മണ്ഡലകാല വ്രതാരംഭത്തിന് തുടക്കമായി. മലബാറിലെ ശബരിമല എന്നറിയപ്പെടുന്ന ചെർപ്പശ്ശേരി അയ്യപ്പൻകാവിൽ ശബരിമല ദർശനത്തിനായി മാലയിടാനും ശാസ്താവിനെ തൊഴാനുമായി ആയിരക്കണക്കിന് ഭക്തരാണ് വൃശ്ചിക പുലരിയിലെത്തിയത്.
ഇത്തവണ 30 ശനിയാഴ്ചയും 1-ാം തീയതിയും ഒരുമിച്ച് വന്നതോടെ ഭക്തരുടെ വലിയ തിരക്കാണ് രാവിലെ അനുഭവപ്പെട്ടത്. ക്ഷേത്രം തന്ത്രി അഴകത്ത് പ്രകാശൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകളും ആരംഭിച്ചു. മേൽശാന്തി തെക്കുംപുറമ്പത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി സഹകാർമ്മികനായി. നവകം, പഞ്ചഗവ്യം എന്നിവയ്ക്കും തുടക്കമായി. 41 ദിവസം ക്ഷേത്രത്തിൽ കളഭാഭിഷേകവും വിശേഷാൽ ചുറ്റുവിളക്ക്, വിശേഷാൽ തീയാട്ട് എന്നിവയുമുണ്ടാകും. അയ്യപ്പ ഭക്തർക്ക് മാലയിടുന്നതിനും കെട്ടുനിറയ്ക്കുന്നതിനും വിപുലമായ സൗകര്യവും ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ശബരിമല യാത്രയിൽ തീർത്ഥാടകരുടെ പ്രധാന ഇടത്താവളം കൂടിയാണ് ചെർപ്പളശ്ശേരി അയ്യപ്പൻകാവ്. ദൂരദിക്കുകളിൽ നിന്നുവരെ മാലയിടാനും ദർശനത്തിനുമായി ക്ഷേത്രത്തിൽ അയ്യപ്പ ഭക്തർ എത്താറുണ്ട്. സ്വാമിമാർക്ക് വിരിവയ്ക്കാനുള്ള സൗകര്യവും പ്രഭാത ഭക്ഷണവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അനങ്ങൻമലയിൽ ഒറ്റപ്പാലം വരോട് ഭാഗത്തു നിന്നും എക്സൈസ് സംഘം 850 ലിറ്റർ വാഷ് പിടികൂടി. പൊന്തക്കാടുകൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു വാഷ്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2:10 ഒറ്റപ്പാലം റേഞ്ച് എക്സൈസ് ഗ്രേഡ് ഇൻസ്പെക്ടർ എൻ പ്രേമാനന്ദകുമാറും സംഘവും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് വാഷ് പിടികൂടിയത്. അനങ്ങൻമലയിൽ വരോട് കാപ്പിക്കാട് ഭാഗത്തു നിന്നാണ് വാഷ് പിടികൂടിയത്. പ്ലാസ്റ്റിക് തകര ബാരലുകളിലും കുടങ്ങളിലുമാക്കി പൊന്തക്കാടുകളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു വാഷ്. പ്ലാസ്റ്റിക് ബാരലുകളും തകര ബാരലുകളും കുടങ്ങളും വാഷും സംഭവസ്ഥലത്ത് നശിപ്പിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ CV രാജേഷ് കുമാർ, സുദർശനൻ നായർ, ഗ്രേഡ് PO KP രാജേഷ് എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. ഇടവേള. വാർത്തകൾ തുടരുന്നു. സന്തോഷ് ട്രോഫി ഫുട്ബോൾ കേരള ടീമിൽ ഇടം നേടി വിളയൂർ കണ്ടേങ്കാവ് സ്വദേശി മുഹമ്മദ് റിയാസ്. 2021 സന്തോഷ് ട്രോഫിയിൽ കർണാടകയ്ക്ക് വേണ്ടി മുഹമ്മദ് റിയാസ് കളിച്ചിരുന്നു. പാലക്കാട്ട് വിളയൂർ എന്ന ഗ്രാമം കാലിക്കറ്റ് എഫ്സിക്ക് വേണ്ടി മഹീന്ദ്ര സൂപ്പർ ലീഗിൽ ഗോളുകൾ വിളയിക്കാൻ ഈ വിളയൂരുകാരന് കഴിയട്ടെ എന്ന വാക്കുകളാണ് ഞാൻ അവിടെ യൂസ് ചെയ്തത്. അത് അക്ഷരം പ്രതി അനുസരിക്കുകയാണ്. മൈതാനത്ത് മഹീന്ദ്ര സൂപ്പർ ലീഗ് കേരള കളിക്കളത്തിൽ റിയാസിന്റെ തലയിൽ നിന്നും ഗോളുകൾ വിളയുന്നു. വിളയൂർ സ്വദേശി കേരള സൂപ്പർ ലീഗ് മത്സരത്തിൽ കാലിക്കറ്റ് എഫ്സിക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ചതിന്റെ പിന്നാലെയാണ് വിളയൂർ കണ്ടേങ്കാവ് സ്വദേശി മുഹമ്മദ് റിയാസ് സന്തോഷ് ട്രോഫിയിൽ കേരള ടീമിൽ ഇടം പിടിച്ചിരിക്കുന്നത്. കുട്ടിക്കാലം മുതൽ കണ്ടേങ്കാവ് ലക്കി സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ താരമായി കളിക്കളങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു. SSLC പഠനത്തിന് ശേഷം തിരൂർ കൂട്ടായി മൗലാന ഫുട്ബോൾ അക്കാദമിയിൽ +2 ചേർന്ന കളിയും പഠനവും മുന്നോട്ട് കൊണ്ടുപോയി. ഇപ്പോൾ മംഗളൂരുവിലെ യനപോയ യൂണിവേഴ്സിറ്റിയിലെ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിയാണ്. ഇവിടെ നിന്നുമാണ് 2021 സന്തോഷ് ട്രോഫിയിലേക്കുള്ള ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ചത്. കേരള സൂപ്പർ ലീഗ് മത്സരത്തിൽ കഴിഞ്ഞ സീസണിൽ കാലിക്കറ്റ് എഫ്സിക്ക് വേണ്ടി മിഡ്ഫീൽഡിലും ഡിഫൻസിലും കളിച്ചു. ഈ കളിക്ക് പിന്നാലെയാണ് സന്തോഷ് ട്രോഫി കേരള ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ചിരിക്കുന്നത്. മണ്ണാർക്കാടിന് അഭിമാനമായി തെങ്കര സ്വദേശി നസീബ് റഹ്മാൻ സന്തോഷ് ട്രോഫി ടീമിൽ ഇടം നേടി. മധ്യനിരയിലാണ് നിലവിൽ ഈസ്റ്റ് ബംഗാൾ ഫുട്ബോൾ ക്ലബ്ബ് താരമായ നസീബ് കളിക്കുക. തെങ്കര കോൽപ്പാടം ഏരത്ത് ബഷീറിന്റെയും സീനത്തിന്റെയും മകനാണ് മുഹമ്മദ് നസീബ്. നിലവിൽ ഈസ്റ്റ് ബംഗാൾ ഫുട്ബോൾ ടീം അംഗമാണ്. റിലയൻസ് ഡെവലപ്മെന്റ് ലീഗ് റണ്ണറപ്പ് ടീം അംഗമാണ്. AFC ചാലഞ്ച് ലീഗ് ക്വാർട്ടർ ഫൈനൽ ടീം അംഗം. ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി ടൂർണമെന്റിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയും മികവ് തെളിയിച്ചു. കൊൽക്കത്ത ഫുട്ബോൾ ലീഗ് വിജയിച്ച ടീമിലും നസീബ് അംഗമായിരുന്നു. സന്തോഷ് ട്രോഫി ടീമിലേക്ക് നസീബിന് അവസരം കിട്ടിയതിൽ സന്തോഷമുണ്ടെന്ന് പിതാവ് ബഷീറും ഉമ്മ സീനത്തും പറഞ്ഞു. മറ്റു മക്കളെ പോലെ പഠനത്തേക്കാൾ ഫുട്ബോൾ ശ്രദ്ധ ചെലുത്തിയത് തുടക്കത്തിൽ എതിർത്തെങ്കിലും പിന്നീട് അവന്റെ വഴിക്ക് വിടുകയായിരുന്നുവെന്ന് പിതാവ് പറഞ്ഞു. വീണ്ടും സന്തോഷം. നമ്മുടെ മോനെ ഉന്നതിയിൽ നിന്ന് ഉന്നതിയിൽ എത്തിച്ച ദൈവതമ്പുരാന് സ്തുതി. സന്തോഷ് ട്രോഫി ഈ വർഷത്തിലെ 2024-25 സന്തോഷ് ട്രോഫിയിൽ എൻ്റെ മോനെ തിരഞ്ഞെടുത്തിൽ ഒരുപാട് അഭിനന്ദനങ്ങൾ. കളിയിലേക്ക് വരാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ അവന് ചെറുപ്പം മുതലേ ഫുട്ബോളിനോടുള്ള താല്പര്യം
ആദ്യകാലത്ത് ഞാൻ എതിർത്തെങ്കിലും കൂടി അവൻ്റെ വാസന ആയതിൻ്റെ പേരിൽ പിന്നെ അവൻ്റെ ഇഷ്ടത്തിന് വിടുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. കോച്ചിനോടാണ് നന്ദി പറയുന്നത്, വിനോദ് സാറിനോട്. അവൻ്റെ കഴിവ് എന്താണെന്നുള്ളത് കണ്ടുപിടിച്ച് ഈസ്റ്റ് ബംഗാൾക്ക് കൊണ്ടുപോയത് സാറാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നത്. സന്തോഷമാണ്, ഒരുപാട്. അവസരം ലഭിച്ചതിൽ നസീബിന്റെ സുഹൃത്തുക്കളും നാട്ടുകാരും വലിയ സന്തോഷത്തിലാണ്. പട്ടാപ്പകൽ മോഷണം. മണ്ണാർക്കാട് തച്ചമ്പാറ മാങ്കുർശി ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത്. കൗണ്ടറിലുണ്ടായിരുന്ന 1000 രൂപ നഷ്ടപ്പെട്ടു. മോഷ്ടാവ് കൗണ്ടറിലൂടെ അകത്ത് കടന്ന് മോഷണം നടത്തുന്ന CCTV ദൃശ്യവും ലഭിച്ചു. ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കല്ലടിക്കോട് പോലീസിൽ പരാതി നൽകി. വ്യാഴാഴ്ച ഉച്ചയ്ക്കാണ് സംഭവം. രാത്രിയോടെ പണം എടുക്കാനായി കൗണ്ടറിലെത്തിയ ജീവനക്കാർ പണം കാണാത്തതിനെ തുടർന്ന് CCTV ദൃശ്യം പരിശോധിക്കുകയായിരുന്നു. ഉടൻ തന്നെ ക്ഷേത്രം ഭാരവാഹികളെയും പോലീസിനെയും ദൃശ്യങ്ങൾ സഹിതം വിവരം അറിയിച്ചു. കൗണ്ടറിൽ 1000 രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത്. കള്ളൻ ശ്രീകോവിലിന് മുൻപിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു. ഭണ്ഡാരത്തിലേക്ക് നോക്കി പോകുന്ന കള്ളന്റെ ദൃശ്യവും CCTVയിലുണ്ട്. കല്ലടിക്കോട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിശേഷാവസരങ്ങളിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നതിൽ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന നിർദ്ദേശവുമായി കുമരംപുത്തൂർ പഞ്ചായത്ത്. ഭക്ഷണത്തിലൂടെ മഞ്ഞപ്പിത്തം, ഭക്ഷ്യവിഷബാധ എന്നിവയുണ്ടാകുന്നത് ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിലാണ് കുമരംപുത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രം വിളമ്പാം കരുതലോടെ ക്യാമ്പയിനുമായി രംഗത്ത് വന്നിട്ടുള്ളത്. വിവാഹം, ജന്മദിനം, ഉത്സവങ്ങൾ, ഗൃഹപ്രവേശം, മരണാനന്തര ചടങ്ങുകൾ തുടങ്ങിയ വിശേഷാവസരങ്ങളിൽ ഭക്ഷണം തയ്യാറാക്കുന്നതിലെ ജാഗ്രതക്കുറവ് കാരണം മഞ്ഞപ്പിത്തവും ഭക്ഷ്യവിഷബാധയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പരിധിയിൽ ഉണ്ടായതിനെ തുടർന്നാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ ശുദ്ധത ഉറപ്പുവരുത്തുക, തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക, ചടങ്ങുകളിൽ പങ്കെടുത്തവർക്ക് പൊതുവായ ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ ആരോഗ്യ വിഭാഗത്തെ അറിയിക്കുക, മാലിന്യ സംസ്കരണം കുറ്റമറ്റ രീതിയിലാക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് നൽകുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ ആമ്പാടത്ത് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഈ കൊറോണയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് ഇഞ്ചക്ഷൻ എടുത്തു അല്ലേ, നമ്മൾ എടുത്തല്ലോ. അതാണോ മരണകാരണം എന്ന് പറയാണ്. അപ്പോൾ ഇപ്പോഴും എന്തുണ്ട്, തെറ്റിദ്ധാരണയുടെ പക്ഷത്താണ് നമ്മളെ പൊതുജനം കുറച്ച് പേരെങ്കിലും. അപ്പോൾ ആ തെറ്റിദ്ധാരണ മാറ്റേണ്ടത് നമ്മുടെ ആരോഗ്യ പ്രവർത്തകരും പ്രത്യേക നമ്മൾ ജനപ്രതിനിധികളും ചേർന്നൊരു ഒരു കമ്മിറ്റിയാണ്. ഇന്നിവിടെ നമ്മൾ എന്തുണ്ട്, 2 നോട്ടീസ് നമ്മൾ പുറത്തിറക്കിയത്. ആ നോട്ടീസ് നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. ഒരു വീട്ടിൽ ആശാവർക്കർമാർ ഗൃഹസന്ദർശനം നടത്തുമ്പോൾ ആ നോട്ടീസ് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കണം. പലപ്പോഴും നോട്ടീസ് വൈസ് പ്രസിഡന്റ് റസീന വറോഡൻ, മെഡിക്കൽ ഓഫീസർ VP റഷീദ്, ഹെൽത്ത് ഇൻസ്പെക്ടർ സുനിൽകുമാർ, ഫാത്തിമ ബീവി, കൃഷ്ണൻകുട്ടി, ഡാർണർ, ഷംസിയ തുടങ്ങിയവർ പ്രസംഗിച്ചു. ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്ന പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ലോഗോ തയ്യാറായി. പാലക്കാട് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ P. സുനീജ ലോഗോ പ്രകാശനം നിർവഹിച്ചു. നവംബർ 25 മുതൽ 29 വരെയാണ് പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്നത്. ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ ചിത്രകലാധ്യാപകൻ TK വിപിൻനാഥാണ് കലോത്സവത്തിന്റെ ലോഗോ തയ്യാറാക്കിയത്. ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ P. സുനിജ ലോഗോ പ്രകാശനം ചെയ്തു. PTA പ്രസിഡന്റ് A. മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. DDE P. സുനിജ, SSK ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ MR മഹേഷ് കുമാർ, ഹയർ സെക്കൻഡറി ജില്ലാ കോർഡിനേറ്റർ V. ഗിരി, VHSE ജില്ലാ കോർഡിനേറ്റർ രാജശേഖരൻ C, ഹെഡ് മിസ്ട്രസ് സുനിതകുമാരി, പ്രിൻസിപ്പൽ PS ആര്യ, പ്രോഗ്രാം കൺവീനർ NP പ്രിയേഷ്, പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ സാദത്ത് ഷമീൽ, മറ്റ് കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ലക്കിടി റെയിൽവേ ഗേറ്റിന് സമീപം ട്രാക്കിലെ അറ്റകുറ്റപ്പണിക്ക് പിന്നാലെ വാഹന ഗതാഗതം ദുഷ്കരമായെന്ന് പരാതി. ട്രാക്ക് കടന്നുപോകുന്ന ഭാഗം ഉയർത്തിയതോടെ വാഹന ഗതാഗതം പ്രതിസന്ധിയിലായെന്നാണ് സ്വകാര്യ ബസ് ഉടമകളുടെ ആക്ഷേപം. ബൈക്കുകൾ മുതൽ ബസ്സുകൾ വരെ എല്ലാ വാഹനങ്ങളും റെയിൽവേ ഗേറ്റ് കടക്കാൻ ബുദ്ധിമുട്ടുകയാണെന്നാണ് തിരുവില്ലാമല ഒറ്റപ്പാലം മേഖല പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷന്റെ പരാതി. റോഡിൽ നിന്ന് അല്പം ഉയരത്തിലാണ് റെയിൽവേ പാലം കടന്നുപോകുന്നത്. വാഹനങ്ങൾ കുറുകെ കടക്കുമ്പോൾ അടിഭാഗം ഉരഞ്ഞു കേടുപാടുകൾ സംഭവിക്കുന്നതായാണ് ആക്ഷേപം. അപകട ഭീഷണി ഒഴിവാക്കാൻ നടപടി വേണമെന്നാണ് ആവശ്യം. അതേസമയം തുടർച്ചയായ ദിവസങ്ങളിൽ റെയിൽവേ ഗേറ്റ് അടച്ചുള്ള അറ്റകുറ്റപ്പണികൾ ഒഴിവാക്കണമെന്നും മേഖല പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 2 മാസത്തിനിടെ 3 തവണയാണ് ദിവസങ്ങളോളം ഗേറ്റ് അടച്ചിട്ടതെന്നാണ് ആരോപണം.
ഇനിയുള്ള നവീകരണ പ്രവർത്തനങ്ങൾ ജനജീവിതത്തെ ബാധിക്കാത്ത വിധം ക്രമീകരിക്കണമെന്നും ബസ് ഉടമകൾ ആവശ്യപ്പെടുന്നു. വൈദ്യുതി വിതരണം കാര്യക്ഷമമാക്കാനുള്ള കൂടുതൽ വികസന പദ്ധതികളുമായി മണ്ണാർക്കാട് KSEB സബ്സ്റ്റേഷൻ. ഇതിന്റെ ഭാഗമായി ചങ്ങലിയിലേക്ക് കവചിത കണ്ടക്ടർ ഉപയോഗിച്ചുള്ള പുതിയ ഫീഡറും സബ്സ്റ്റേഷൻ മുതൽ നെല്ലിപ്പുഴ വരെ ഡബിൾ സർക്യൂട്ട് ലൈനും സ്ഥാപിക്കും. നിലവിൽ പുല്ലിശ്ശേരി ഫീഡർ വഴിയാണ് ചങ്ങലേരിയിലേക്ക് വൈദ്യുതി എത്തിക്കുന്നത്. ഇതുകാരണം ഈ ഫീഡറിൽ ലോഡ് വളരെ കൂടുതലാണ്. ചങ്ങലേരിയിലേക്ക് പുതിയ ഫീഡർ വരുന്നതോടെ പുല്ലശ്ശേരി ഫീഡറിന്റെ ലോഡ് കുറയും. ഫലത്തിൽ രണ്ടിടത്തേക്കും സുഗമമായി വൈദ്യുതി എത്തിക്കാനാവും. സബ്സ്റ്റേഷൻ മുതൽ നെല്ലിപ്പുഴ ജംഗ്ഷൻ വരെ കവചിത കണ്ടക്ടർ ഉപയോഗിച്ചുള്ള ഡബിൾ സർക്യൂട്ടാണ് ഒരുക്കുന്നത്. ഒരു സർക്യൂട്ടിലൂടെ കാഞ്ഞിരപ്പുഴ ഭാഗത്തേക്കും ഒന്നിലൂടെ മണ്ണാർക്കാടിന്റെ പ്രാന്തപ്രദേശങ്ങളിലേക്കും വൈദ്യുതി വിതരണം നടത്താനാവും. നിലവിൽ മണ്ണാർക്കാട് നഗരത്തിൽ വൈദ്യുതി വിതരണം കേബിൾ വഴിയാക്കാൻ ഏരിയ ബെഞ്ച് കേബിൾ വലിക്കുന്ന ജോലികൾ നടന്നുവരികയാണ്. ഈ പദ്ധതികൾ പൂർത്തിയാകുന്നതോടെ ഇടയ്ക്കിടെയുണ്ടാകുന്ന വൈദ്യുതി തടസ്സം ഒരു പരിധിവരെ തടയാനാവും. ഒരു ഇടവേള കൂടി. മറ്റു വാർത്തകൾ നോക്കാം. ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിച്ചവർക്ക് പെരിന്തൽമണ്ണയിൽ റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പെരിന്തൽമണ്ണ ജോയിന്റ് RTO M രമേശ് ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ നേതൃത്വത്തിൽ താലൂക്കിലെ ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിച്ചവർക്കായാണ് റോഡ് സുരക്ഷാ ബോധവൽക്കരണം സംഘടിപ്പിച്ചത്. പെരിന്തൽമണ്ണ പൈനാൻ പാലിയേറ്റീവ് ഹാളിൽ നടന്ന ബോധവൽക്കരണ ക്ലാസ് ജോയിന്റ് RTO M രമേശ് ഉദ്ഘാടനം ചെയ്തു. റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന അപേക്ഷകരെ മാത്രമേ ഡിസംബർ മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് പങ്കെടുക്കാൻ അനുവദിക്കുകയുള്ളൂ എന്ന് ജോയിന്റ് RTO പറഞ്ഞു. ലൈസൻസിനായി അപേക്ഷ നൽകിയവർ ക്ലാസ്സിൽ നിർബന്ധമായും പങ്കെടുക്കണമെന്ന് ജോയിന്റ് RTO അറിയിച്ചു. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ മയിൽരാജ്, പാലിയേറ്റീവ് ചെയർമാൻ ഡോക്ടർ നിലാർ മുഹമ്മദ്, ഡോക്ടർ ശശിധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. വയനാട് സുൽത്താൻ ബത്തേരി ബ്യൂറോയിലേക്ക് സ്ഥലം മാറിപ്പോയ പെരിന്തൽമണ്ണ പ്രസ് ഫോറം പ്രസിഡന്റും മാതൃഭൂമി ലേഖകനുമായ അനൂപ് പത്മനാഭന് പെരിന്തൽമണ്ണ പ്രസ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകി. വയനാട് മീനങ്ങാടി സ്വദേശിയായ അനൂപ് പത്മനാഭൻ 14 വർഷമാണ് പെരിന്തൽമണ്ണയിൽ മാതൃഭൂമി ദിനപത്രത്തിന്റെ ലേഖകനായി പ്രവർത്തിച്ചത്. അനൂപ് പത്മനാഭൻ പെരിന്തൽമണ്ണ പ്രസ് ഫോറത്തിന്റെ പ്രസിഡന്റായും വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ചു. ശ്രദ്ധേയമായ ഒട്ടേറെ ലേഖനങ്ങളും വാർത്തകളുമാണ് അനൂപിന്റെ തൂലികയിലൂടെ മാതൃഭൂമി ദിനപത്രത്തിൽ വന്നത്. പെരിന്തൽമണ്ണ പ്രസ് ഫോറത്തിന്റെ പ്രസിഡന്റായിരിക്കുമ്പോഴാണ് സ്വന്തം നാട്ടിലേക്ക് സ്ഥലമാറ്റം ലഭിച്ചത്. ഇവിടെ എന്താ പറയുക, വ്യക്തിബന്ധങ്ങൾ ഉണ്ട്, അങ്ങനെ പല കടപ്പാടുകളുണ്ട്. പലപ്പോൾ നമ്മൾ തന്നെ ഓരോരോ സാഹചര്യങ്ങൾ ഇങ്ങനെ ഓർത്തിപ്പോൾ മണിയേട്ടൻ്റെ ഒരു കോൾ വന്നാൽ നമ്മൾ ഒരു 14 കൊല്ലം മുന്നേ മുതലുള്ള കാര്യങ്ങളിലേക്ക് പോകും. അവർ ഓരോരുത്തരുടെയും അങ്ങനെ ആണ് ജീവിതത്തിൽ അത്രയും അനുഭവങ്ങൾ നൽകിയ ഒരു നാടാണ്. പിന്നെ എന്താ പറയുക, ജീവിതത്തിൽ ഈ ഒരു നാടിൻ്റെ മരുമകൻ കൂടിയാണ് ഞാൻ. അങ്ങനെ കൂടെ ആവാനുള്ളൊരു ഇത് കിട്ടി. പിന്നെ ഞാൻ എൻ്റെ വല്യമ്മയോട് പറഞ്ഞു, ഇങ്ങനെ പണ്ട് ഞാൻ കൊതിച്ചിരുന്നൊരു സ്ഥലമാണ്. ഞങ്ങളിങ്ങനെ കൊല്ലത്തിൽ 1-2 പ്രാവശ്യം വന്ന് പോകുമ്പോൾ ഈ നാടും ആളുകളും ഒക്കെ ഇപ്പൊ EMS മന ഏലംകുളത്ത് വല്യമ്മ കാണാൻ പോയപ്പോഴാണ് ഏലംകുളം മന EMS. അപ്പൊ നമ്മൾ ആ മനയെ കുറിച്ചും EMSനെ കുറിച്ചും ഒക്കെ എഴുതാനൊരു ഭാഗ്യം കിട്ടുകയാണ് നമുക്ക്. അനൂപ് പത്മനാഭന് പെരിന്തൽമണ്ണ പ്രസ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകി. സെക്രട്ടറി മുഹമ്മദ് അലി, ട്രഷറർ കുളത്തൂർ മണികണ്ഠൻ, സെക്രട്ടറി മുഹമ്മദ് അലി, ട്രഷറർ കുളത്തൂർ മണികണ്ഠൻ, വൈസ് പ്രസിഡന്റ് സത്താർ ആനമങ്ങാട്, രാധാകൃഷ്ണൻ, മുഹമ്മദ് ഖാൻ, ഉദയൻ, അക്ബർ അലി, ഷാജഹാൻ, നൌഷാദ്, ഉണ്ണി, ഷംസുദ്ദീൻ, ഗിരീഷ്, ജിജിൽ തുടങ്ങിയവർ പങ്കെടുത്തു. KSFE വല്ലപ്പുഴ ശാഖയിൽ കസ്റ്റമേഴ്സ് മീറ്റ് നടത്തി. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ് കസ്റ്റമേഴ്സ് മീറ്റ് ഉദ്ഘാടനം ചെയ്തു. ശാഖയുടെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് കസ്റ്റമേഴ്സ് മീറ്റ് ഒരുക്കിയത്. ഒന്നര വർഷം മുമ്പ് വല്ലപ്പുഴയിൽ പ്രവർത്തനം ആരംഭിച്ച KSFE വല്ലപ്പുഴ ശാഖ ഇന്ന് കേരളത്തിൽ KSFEയുടെ അറിയപ്പെടുന്ന ശാഖകളിൽ ഒന്നാണ്. ഈ സാമ്പത്തിക വർഷത്തിന്റെ 2ാം പകുതിയുടെ ആദ്യ മാസത്തിൽ തന്നെ പാലക്കാട് ജില്ലയിൽ വാർഷിക ലക്ഷ്യം കൈവരിച്ച ആദ്യ ശാഖയായി മാറാൻ വല്ലപ്പുഴ ശാഖയ്ക്ക് കഴിഞ്ഞു. ശാഖയുടെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനും ഉപദേശ നിർദ്ദേശങ്ങൾ സ്വരൂപിക്കുന്നതിനുമായാണ് ശനിയാഴ്ച കസ്റ്റമേഴ്സ് മീറ്റ് നടത്തിയത്. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ് കസ്റ്റമേഴ്സ് മീറ്റ് ഉദ്ഘാടനം ചെയ്തു.
അവരുടെ അത്യാവശ്യങ്ങളായിട്ടുള്ള സ്വപ്നങ്ങളായിട്ടുള്ള വീട് പോലുള്ള, അതുപോലെ തന്നെ ഒരു പുതിയ സംരംഭം പോലുള്ള ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള എന്ത് തുടങ്ങുന്നതിന് വേണ്ടിയാണെങ്കിലും അത്തരത്തിലുള്ള ആലോചനകളിലും സ്വപ്നങ്ങളിലുമൊക്കെ ഒരു താങ്ങായി നിൽക്കാൻ സർക്കാർ തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു സ്ഥാപനത്തെ ഉരുവാക്കിയെടുത്തത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതിൽ ജനങ്ങളൊക്കെ എന്തായാലും ഒരു സ്ഥാപനം ആരംഭിക്കുമ്പോൾ, സർക്കാർ സ്ഥാപനമായാലും അല്ലാത്ത സ്ഥാപനമായാലും, അതിനെ ഏറ്റെടുക്കുന്ന കാര്യത്തിൽ ഒരു സാമ്പത്തിക ഇടപാട് സ്ഥാപനമാകുമ്പോൾ പ്രത്യേകിച്ചൊരു പെട്ടെന്നൊരു വളർച്ച നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. പക്ഷേ സർക്കാരിന്റെ ഈ ഒരു സംരംഭം KSFE ജനങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്രദമാണ്, അല്ലെങ്കിൽ എത്രത്തോളം അത് സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള വലിയ തെളിവ് തന്നെയാണ് കഴിഞ്ഞ 55 വർഷക്കാലം കേരളത്തിലാകെ. ഇപ്പോൾ ഇനിയും KSFE മേഖലാ കാര്യാലയം പാക്കോട് അസിസ്റ്റന്റ് ജനറൽ മാനേജർ CK മധുമോഹൻ അധ്യക്ഷനായി. തീർച്ചയായിട്ടും ഈ KSFEയുടെ ഒരു അഭിവൃദ്ധി അല്ലെങ്കിൽ ഉയർച്ച എന്ന് പറയുന്നത് ഇവിടുത്തെ KSFEയുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഇടപാടുകാർ തന്നെയാണ്. അത് അടിവരയിട്ട് തന്നെ പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ 55 വർഷം KSFE ജൈത്രിയ തുടങ്ങുമ്പോൾ ഏകദേശം 55 ലക്ഷം ഇടപാടുകാർ KSFEയിലുണ്ട്. ആ ഇടപാടുകാരുടെ എണ്ണം കൂട്ടുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ് തീർച്ചയായിട്ടും ഞങ്ങളുടെ മുന്നിലുള്ളത്. ബ്രാഞ്ച് മാനേജർ സുബൈദ, അസിസ്റ്റന്റ് മാനേജർ K സതീഷ് കുമാർ, ഇടപാടുകാരുടെ പ്രതിനിധി T യൂസഫ് ഹാജി, E മുരളീധരൻ എന്നിവർ സംസാരിച്ചു. KSFE ശാഖകളിലെ ചിട്ടികളിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കസ്റ്റമറെ ചേർപ്പിച്ച് 2ാം സ്ഥാനം നേടിയ ഇബ്രാഹിം ഓവുങ്ങൽ, ശക്തിസുധൻ എന്നിവരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. വിവിധ തരം ചിട്ടികളും ഭവന വായ്പ, കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണ പണയ വായ്പ, വ്യക്തിഗത വായ്പ എന്നിവയും KSFE വല്ലപ്പുഴ ശാഖയിൽ ലഭ്യമാണ്. കുറഞ്ഞ കാലം കൊണ്ടുതന്നെ ഇടപാടുകാരുടെ വിശ്വാസ്യത ആർജിച്ചാണ് വല്ലപ്പുഴയിലും KSFE ഉയർച്ചയുടെ പടവുകൾ പിന്നിടുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. BJPയുമായി ഇടഞ്ഞ സന്ദീപ് വാര്യർ കോൺഗ്രസിൽ. KPCC പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും ഒപ്പമെത്തി കോൺഗ്രസിൽ ചേർന്നതായി പ്രഖ്യാപിച്ച സന്ദീപ്. BJP വെറുപ്പുൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയാണെന്നും സന്ദീപ് വാര്യർ. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനങ്ങളും ഇനി മുസ്ലിം ലീഗ് വിമതർക്ക്. അവിശ്വാസ പ്രമേയത്തിന്മേൽ നടന്ന തെരഞ്ഞെടുപ്പിൽ സ്ഥിരം സമിതികളും വിമതർ പിടിച്ചെടുത്തു. തങ്ങളുടെ നിലപാട് ശരിയെന്ന് തെളിയിക്കുന്നതാണ് ഈ വിജയമെന്ന് പ്രസിഡന്റ് KT അഫ്സൽ. ഫിനോമിനൽ ഹെൽത്ത് കെയർ കമ്പനി നിക്ഷേപകരെ വഞ്ചിച്ചതായി പരാതി. നിക്ഷേപക തട്ടിപ്പിനിരയായവർ പെരിന്തൽമണ്ണയിൽ യോഗം ചേർന്നു. കമ്പനി ഉടമകളെ ശിക്ഷിക്കണമെന്നും നിക്ഷേപം തിരിച്ചു തരണമെന്നും ആവശ്യം. സന്തോഷ് ട്രോഫി കേരള ഫുട്ബോൾ ടീമിൽ ഇടം നേടി വിളയൂർ സ്വദേശി മുഹമ്മദ് റിയാസും മണ്ണാർക്കാട് തെങ്കര സ്വദേശി നസീബ് റഹ്മാനും. ഈസ്റ്റ് ബംഗാൾ ക്ലബ്ബ് താരമാണ് നസീബ്. കാലിക്കറ്റ് FCക്ക് വേണ്ടി നടത്തിയ മിന്നും പ്രകടനമാണ് മുഹമ്മദ് റിയാസിന് കേരള ടീമിൽ ഇടം നേടിക്കൊടുത്തത്. ശരണമന്ത്രധ്വനികളാൽ മണ്ഡലകാല വ്രതാരംഭത്തിന് തുടക്കമായി. വൃശ്ചികപ്പുലരിയിൽ മലബാറിലെ ശബരിമല എന്നറിയപ്പെടുന്ന ചെറുപ്പശ്ശേരി അയ്യപ്പൻകാവിൽ മാലയിടാനും ദർശനത്തിനുമെത്തിയത് 10,000. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.